എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അനു, നീ അവിടെ എന്തെടുക്കുക? മതി കളിച്ചത്. സമയം എന്തായിരുന്ന വിചാരം? സ്കൂളിൽ പോണ്ടായോ? അനു, പറഞ്ഞു കേട്ടില്ലേ? ഡി, എണീറ്റ് വരാൻ. വെള്ളത്തിൽ കളിക്കുന്നോ? നിനക്ക് സ്കൂളിൽ പോണ്ടായോ? പറഞ്ഞു കേക്കത്തില്ല. ഡി, ഡി, വെള്ളത്തിൽ കളിക്കുന്നോ? നിനക്ക് സ്കൂളിൽ പോണ്ടേ? പനിയൊക്കെ മാറിയിട്ടുണ്ട്. ഒരാഴ്ചയായില്ലേ മോള് സ്കൂളിൽ പോയിട്ട്? കള്ളത്തരം കാട്ടി സ്കൂളിൽ പോയിരിക്കാൻ നോക്കണ്ട. അമ്മയെ ഒരുക്കാം. എപ്പൊ നോക്കിയാലും നിനക്ക് ഈ കുന്ത്രാണ്ടുണ്ടാക്കലല്ലേ പണി? പഠിക്കും വേണ്ട, ഒന്നും വേണ്ട. അതെങ്ങനെ വലുത് ചെയ്യുന്നുണ്ടല്ലേ ചെറുത് പഠിക്കൂ? നിന്നോടാ പറഞ്ഞത് വേഗം കുളിച്ചൊരുങ്ങി സ്കൂളിൽ പോകാൻ. ഒരു വക പറഞ്ഞാലും കേക്കത്തില്ല. അച്ഛന്റെ സ്വഭാവം തന്നെ. കുട്ടികൾക്ക് കഴിക്കാനുള്ളത് ശരിയാക്കണം, ഊട്ടിക്കണം, ഒരുക്കി സ്കൂളിൽ അയക്കണം. ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് ഞാൻ മടുത്തു. എന്റെ വിധി അല്ലാതെന്താ? നിങ്ങളുടെ അച്ഛന് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? അതെങ്ങനെയാ? പെട്ടും കുടിയൊക്കെ കഴിഞ്ഞ് അധികം എപ്പോഴാ നേരം? ചന്ദ്രു, ഈ വെള്ളം ടാങ്ക് കെട്ടി അതിലേക്ക് ഒഴുക്ക് വരണം പോലും. അത് നല്ല ചിരട്ടേന്ന് ഇപ്പൊ പാലെടുത്തേച്ച് അത് കമഴ്ത്തി വെക്കണം പോലും. തന്നോട് ആരാ ഇത് പറഞ്ഞേ? ആ ഹെൽത്ത് എന്ന് പറയാൻ സാറന്മാർ വന്നു, അവരാ പറഞ്ഞേ. അതല്ലെങ്കിൽ അവർ നടപടി എടുക്കും പോലും. വീട്ടിൽ പറയുന്ന ഞാനും കേട്ടു, ചിരട്ട കമത്തി വെക്കണം പോലും. ഫ്രൈഡേ, തൊഴിലുറപ്പ്, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇല്ലെന്ന്. ഇയാളുടെ കാര്യം നോക്കും. ഷീറ്റ് അടിക്കാൻ നോക്കും. ഓ പിന്നെ ഷീറ്റ്. അതിപ്പോ ആരോഗ്യവകുപ്പിനെ മാത്രം പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ജനങ്ങളെ കുറെ ആരോഗ്യവകുപ്പ് നമ്മുടെയും കടമയാണ്. അവരെ തന്നെ കുറ്റമായിട്ട് കാര്യമില്ല. പോയിട്ട് മോനെ, സൂക്ഷിച്ചു പോണേ. കുഞ്ഞിനെ സൂക്ഷിച്ചോണം. മഴ പെയ്താൽ എവിടെയെങ്കിലും കേറി നിൽക്കണം. ഉച്ചയ്ക്ക് മൂക്ക് മരുന്നെടുത്ത് കൊടുക്കണം. ഓ, അതെങ്ങനാ? എല്ലാം ഒരു ചെവിക്കൂടെ കെട്ട് മറു ചെവിക്കൂടെ പോവുകയും ചെയ്യും. ഡാ, നീ കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സാറിനെ ഒന്ന് ഓർമ്മിപ്പിച്ചാ മതി.
മോള് മരുന്ന് കഴിക്കാൻ മറക്കല്ലേ. മോളെ എന്റെ പൊന്നെ മോളെ, അച്ഛന്റെ ദേഹം മുഴുവൻ അഴുക്ക. എന്റെ മോളെ യൂണിഫോം എല്ലാം ചീത്തയാവും കേട്ടോ. അച്ഛാ, ഞാൻ എത്ര നാളായി പറയുന്നു ഈ ബാഗ് ചീത്തയായി. എനിക്ക് പുതിയ എണ്ണം വാങ്ങി തരാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു. അച്ഛൻ വേറെ മേടിച്ചു. അച്ഛന് പൈസ കിട്ടിയിട്ട് കുഞ്ഞിന് നല്ലൊരു ബാഗ് അച്ഛൻ വാങ്ങിച്ചു തരാം കേട്ടോ. എന്റെ മോള് ഞാൻ ബാഗ് മേടിച്ചിട്ട് തന്നെ കാര്യം. ഒരു പെൻസിൽ മേടിച്ചു തരാത്ത ആളാ. ബാഗ് മേടിക്ക പോലും. പെണ്ണെ, നിന്ന് കൊഞ്ചാത്ത സ്കൂളിൽ പോകാൻ നോക്ക. അങ്ങനെ ഒരു ബാഗ് മേടിപ്പീര്. അനു, വാ നമുക്ക് പോവാം. അമ്മേ, ചന്തു വന്നു, ഞങ്ങൾ പോകുന്നേ. നിത്യവും സത്യമായി ഞങ്ങൾ സഞ്ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അലിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേൾക്കണേ തമ്പുരാനേ. നൽകിയും നിന്നെ സ്മരിക്കുന്ന മനസ്സുകൾ നൽകിയും ഞങ്ങളെ കാക്കണേ ലോകനാഥ. നിത്യവും സത്യമായി ഞങ്ങൾ സഞ്ചാരത്ത് നിഴലായി നിൽക്കുന്ന ജഗദീശ്വര, അലിവിൻ കണങ്ങളും അറിവിൻ കണങ്ങളും അടിയങ്ങൾ കേൾക്കണേ തമ്പുരാനേ. അനുദിനം അനുദിനം നിന്നിലടുക്കുന്ന പാദങ്ങൾ നൽകണേ രക്ഷിതാവേ. ഞങ്ങൾ തൻ തെറ്റുകളെല്ലാം പൊറുത്തു നീ വാക്കുകൊള്ളിടണേ. ഈ സമയത്തൊരു നശിച്ച കറണ്ട് പോക്ക്. നല്ല ചൂടുണ്ടല്ലോ മോളെ. കറണ്ട് വന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യായിരുന്നു. ഓ, ആശ്വാസമായി. ഇതെന്നാ കൊതുവാടി, മനുഷ്യനെ എടുത്തോണ്ട് പോവല്ലോ. നീ വളർത്തുന്നതാണോ ഇത്? മനുഷ്യ, നിങ്ങൾക്കിത് പുറത്തെവിടെയെങ്കിലും പോയിരുന്ന് വലിച്ചൂടായോ? അതെ, കുഞ്ഞിന് നല്ല സുഖമില്ലെന്ന് തോന്നുന്നു. നമുക്ക് ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോയാലോ? ഈ പാതിരാത്രിയിലോ? ഒന്നുമില്ല ഓളെ, മോള് വിഷമിക്കണ്ട, ഒന്നുമില്ല.
ഏടെ നീ ആ പാരസെറ്റാമോളിന്റെ ഗുളി എടുത്തു കൊടുക്കും. കഴിഞ്ഞ മാസം എനിക്ക് പനി വന്നപ്പോ മേടിച്ചില്ലയോ? അവിടെ ഇരിപ്പുണ്ട്. എടേ ഇത് മഴക്കാലമല്ലേ, ഈ പനിയൊക്കെ പിള്ളേർക്ക് സാധാരണമാ. 2 ദിവസം കഴിയുമ്പോ ഇതൊക്കെ തന്നെ അങ്ങ് പൊക്കോളൂ. അല്ല പിന്നെ വാങ്ങിച്ചനെ ഒരു മാതിരി. ആരോട് പറയാൻ, മണവും ഗുണവും ഇല്ലാത്തൊരു മനുഷ്യൻ. പാരസെറ്റമോളെങ്കിൽ പാരസെറ്റമോള്, മക്കളിത് കഴിക്കേ. എനിക്ക് കുടിക്ക. മോള് പൊതച്ച് മൂടിക്കിടന്നു. മോൻ പോയി കിടന്നുറങ്ങിക്കോ. ബാബയ്ക്ക് സുഖമില്ലാതിരിക്കുമ്പോ എനിക്ക് ഉറക്കം വരുന്നില്ലെന്ന്. പോയി കിടന്നുറങ്ങിക്കോ, രാവിലെ സ്കൂളിൽ പോകാനുള്ളതല്ലേ. വാവേ അതിങ്ങി തരാൻ, വാവേ അതിങ്ങി തരാൻ. എന്താ മോളുടെ പേര്? അനുമോൾ. ഇപ്പൊ എന്താ മോളുടെ ബുദ്ധിമുട്ട്? ഭയങ്കര വയറുവേദന. കുറച്ച് മരുന്നുകളൊക്കെ കഴിക്കണം, എന്നാലല്ലേ അസുഖം മാറും. സാരമില്ല, എല്ലാം ശരിയാകും. എന്തെങ്കിലും മരുന്ന് കൊടുത്തിരുന്നോ? കഴിഞ്ഞ 2 തവണയും പനി വന്നപ്പോ പാരസെറ്റമോൾ കൊടുത്തിരുന്നു സർ. ഡോക്ടറെ കാണിച്ചിരുന്നോ? ഇല്ല സാർ.
കുറച്ച് ടെസ്റ്റുകൾക്ക് കുറിച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് കിട്ടട്ടെ. മോനിത് കുഞ്ഞിനോട് അമ്മ ഇപ്പൊ വരാം. ഒന്ന് മാറിക്കേ, മരുന്ന് ഒന്ന് വാങ്ങിച്ചോട്ടെ. കഴിക്കേണ്ട വിധം കവറിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. ശരി ശരി. കൗണ്ടർ നമ്പർ 1, 3. എല്ലാവരുടെയും പ്രശ്നം ഇതാണ്. രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാതെ സ്വയം ചികിത്സിക്കാൻ ശ്രമിക്കും. അത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. രണ്ടു പ്രാവശ്യം പനി വന്നപ്പോഴും ഡോക്ടറെ കണ്ടില്ലെന്നല്ലേ പറഞ്ഞു? റിസൾട്ടുകളൊക്കെ ഞാൻ കണ്ടു. ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായൊരവസ്ഥയാണ്. പറയുന്നത് കേൾക്കും. രക്തത്തിൽ കൗണ്ടൊക്കെ വളരെ കുറവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പല വിശദമായ പരിശോധനകളും നടത്തേണ്ടതായി വരും. മിക്കവാറും ഒരു ബ്ലഡ് ബാങ്ക് സംവിധാനമുള്ള ഹോസ്പിറ്റലിലേക്ക് കുട്ടിയെ മാറ്റുകയാണ്. കാര്യങ്ങളൊക്കെ അതിന്റെ ഗൗരവത്തിൽ തന്നെ എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. എന്റെ കുഞ്ഞിന്, എന്റെ മോൾ